വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അമ്മയുടെ പ്രസിഡന്റും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായി വിജയിച്ച പെൺപുലികളെ കുറിച്ച്. ബാബുരാജിന്റെ അമ്മയുടെ പെൺമക്കൾ കിണഞ്ഞു പരിശ്രമിച്ചത് കുക്കുവിനെ വീഴ്ത്താനായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും പരസ്യമായി പിന്തുണച്ച ശ്വേതയ്ക്കെതിരെ ദേവൻ കാഴ്ചവെച്ചത് മിന്നും പ്രകടനമായിരുന്നെങ്കിലും അത് ഫലിക്കാതെ പോയി. പൊന്നമ്മ ബാബുവും ഉഷാ ഹസീനയും പരസ്യമായി എതിർത്ത കുക്കുവിന് ജനറൽ സെക്രട്ടറി ആയപ്പോൾ കിട്ടിയത് ശ്വേതയുടെ ഇരട്ടി ഭൂരിപക്ഷമാണെന്ന് ഓർക്കുക. വോട്ട് ചെയ്ത 298 പേരിൽ 268 വോട്ട് നേടി താരമായി ജയൻ ചേർത്തലയും ഒപ്പം നിന്നു. ഓപ്പറേഷൻ മാലാ പാർവതി സക്സസ് ആണോ? ഈ വീഡിയോ പൂർണ്ണമായും ഇതാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താരസംഘടനയായ അമ്മയെ നയിക്കാൻ ചരിത്രത്തിലാദ്യമായി പെൺമക്കളെത്തുമ്പോൾ നടന്നത് വാശിയേറിയ വോട്ടെടുപ്പായിരുന്നു. ബാബുരാജ് പക്ഷത്തിന് അമ്പയെ അടിത്തെറ്റിയ തിരഞ്ഞെടുപ്പാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. മോഹൻലാലും മമ്മൂട്ടിയും മനസ്സിൽ കണ്ടത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പിൽ 506 അംഗ സംഘടനയിലെ 298 പേരാണ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത 159 വോട്ട് നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ ദേവന് 132 വോട്ടാണ് കിട്ടിയതെന്ന് ഓർക്കുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ 172 വോട്ട് നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ രവീന്ദ്രന് 115 വോട്ട് കൊണ്ട് ഒതുങ്ങിക്കൂടേണ്ടി വന്നു. എങ്ങനെയും കുക്കുവിനെ തോൽപ്പിക്കുമെന്ന നിലപാടിലായിരുന്നു ബാബുരാജ് വിഭാഗം. അവർ ശ്വേതയോട് എന്നാൽ അത്ര വിരോധം കാട്ടിയതുമില്ല. എന്നാൽ ശ്വേതയ്ക്ക് മുകളിൽ വോട്ട് കുക്കുവിന് കിട്ടുകയും ചെയ്തു. മികച്ച തിരിച്ചടി, മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ലുലു മാരിയറ്റ് ഹോട്ടലിൽ നടന്ന അമ്മ തിരഞ്ഞെടുപ്പിൽ 506 അംഗങ്ങളിൽ 298 പേർ വോട്ട് ചെയ്യുകയും ചെയ്തു. അഡ്വക്കേറ്റ് മനോജ് മുഖ്യ ഭരണാധികാരിയായി. മോഹൻലാൽ, ദിലീപ്, ജനാർദ്ദനൻ, സലീം കുമാർ, മല്ലിക സുകുമാരൻ തുടങ്ങിയവരടക്കം വോട്ട് ചെയ്യാനെത്തി. മമ്മൂട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചുമതലയേറ്റ ഭാരവാഹികൾക്ക് നടൻ ദേവൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സരിച്ചത്. ജയൻ ചേർത്തല 267 വോട്ടുകൾ, ലക്ഷ്മി പ്രിയ 139 വോട്ടുകൾ, നാസർ ലത്തീഫ് 96 വോട്ടുകൾ എന്നിങ്ങനെയായിരുന്നു ഇവർക്ക് വോട്ട് രേഖപ്പെടുത്തിയത്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ 167 വോട്ട് നേടി ജയിച്ചു. അനൂപ് ചന്ദ്രന് 108 വോട്ട് മാത്രമാണ് കിട്ടിയത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി വനിതാ വിഭാഗത്തിൽ അഞ്ജലി നായർ, ആശ അരവിന്ദ്, നീനു കുറുപ്പ്, സരയു മോഹൻ എന്നിവരും പൊതുവിഭാഗത്തിൽ ജോയ് മാത്യു, കൈലാഷ്, ഡോക്ടർ റോണി ഡേവിഡ് രാജ്, സന്തോഷ് കീഴാറ്റൂർ, സുജോയ് വർഗീസ്, ടിനി ടോം, വിനു മോഹൻ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ ബാബുരാജിന്റെ നേതൃത്വത്തിലെ അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പിലുള്ളവർ പരസ്യമായി തന്നെ കുക്കുവിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മെമ്മറി കാർഡ് വിവാദം അടക്കം ചർച്ചയാക്കി. ഇതോടെ കുക്കു തോൽക്കുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും പരസ്യമായി പിന്തുണച്ച ശ്വേതയ്ക്ക് മുകളിൽ വോട്ട് കുക്കുവിന് കിട്ടുകയും ചെയ്തു. ശ്വേതയുടെ വിജയം 27 വോട്ടിനായിരുന്നു. എന്നാൽ കുക്കുവിന് 57 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. അതായത് ശ്വേതയുടെ ഇരട്ടി ഭൂരിപക്ഷം കുക്കുവിന് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് 267 വോട്ട് നേടി ജയൻ ചേർത്തലയും ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. 298 പേരിൽ 31 പേരൊഴികെ എല്ലാവരും ജയന് വോട്ട് ചെയ്തു. പ്രതീക്ഷയോടെ മത്സരിച്ച അനൂപ് ചന്ദ്രനും മികവ് കാട്ടാനായില്ല. ഉണ്ണി ശിവപാൽ അങ്ങനെ നേതൃത്വത്തിൽ ട്രഷററായി എത്തി. കുക്കുവിനെ പരസ്യമായി തന്നെ പൊന്നമ്മ ബാബുവും ഉഷാ ഹസീനയും എല്ലാം എതിർത്തു. ഇതിനെ പ്രതിരോധിക്കാൻ എത്തിയത് മാലാ പാർവതിയാണ്. മാലയുടെ നീക്കങ്ങൾ സംഘടന ഉൾക്കൊള്ളുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നതും അതിന്റെ ഫലമാണ് കണ്ടതും. ഇതിന്റെ പ്രതിഫലനമാണ് ശ്വേതയ്ക്ക് മുകളിലുള്ള കുക്കുവിന്റെ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആഗ്രഹങ്ങൾക്കൊപ്പം ശ്വേതയ്ക്കും കുക്കുവിനും വേണ്ടി മാലാ പാർവതി നടത്തിയ നീക്കവും വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അമ്മ തലപ്പത്ത് സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ തകർന്നത് കാലങ്ങളായി ഈ മേഖലയിൽ നിലനിൽക്കുന്ന ആൺകുത്തകയാണെന്ന് വേണമെങ്കിൽ പറയാം. നടിയെ ആക്രമിച്ച സംഭവത്തോടെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുറം ലോകം അറിഞ്ഞത്. തുടർന്നാണ് സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിവാദങ്ങൾ ആളിക്കത്തുകയും ചെയ്തു. 2027 വരെ കാലാവധി ഉണ്ടായിരുന്ന മോഹൻലാൽ പ്രസിഡന്റായിരുന്ന അമ്മ മുൻ ഭരണസമിതി കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ രാജിവെച്ചതാണ്. തുടർന്നാണ് അഡോക് കമ്മിറ്റിയുടെ കീഴിലായി പ്രവർത്തിച്ചതും. കഴിഞ്ഞ ജൂണിലെ വാർഷിക ജനറൽ ബോഡി തീരുമാനപ്രകാരമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്വേത മേനോൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള കലാകാരിയാണ്. അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ക്രൈം പത്രത്തിന്റെ അധിപനെതിരെ ശ്വേത നൽകിയ പരാതി അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് നയിച്ചിരുന്നു. അമ്മയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടു വരുന്ന ശ്വേത 2018 എക്സിക്യൂട്ടീവ് അംഗവും 2021 മോഹൻലാൽ പ്രസിഡന്റായിരുന്ന കമ്മിറ്റിയിൽ
വൈസ് പ്രസിഡന്റുമായിരുന്നു. കുക്കു പരമേശ്വരൻ 2006 മുതൽ വിവിധ സ്ഥാനങ്ങളിലുമുണ്ട്. 51-കാരിയായ ശ്വേതാ മേനോൻ മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1994 ഫെമിന മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടി. 2009-2011 വർഷങ്ങളിൽ സംസ്ഥാന സിനിമാ അവാർഡും 2 തവണ ഫിലിംഫെയർ അവാർഡും നേടിയ നടിയാണ് ശ്വേതാ മേനോൻ. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായിരുന്ന നാരായണൻകുട്ടി മേനോന്റെയും ശാരദാ മേനോന്റെയും മകളാണ് ശ്വേതാ മേനോൻ. ശ്രീവത്സൻ ജെ മേനോൻ ആണ് ഭർത്താവ്. മകൾ സബൈന മേനോൻ. 1994 മിസ് ഇന്ത്യ മത്സരത്തിൽ സുസ്മിത സെൻ, ഐശ്വര്യ റായ് എന്നിവർക്ക് പിന്നിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. 1991 അനശ്വരമാണ് ആദ്യ മലയാള സിനിമ. തന്ത്ര, കീർത്തി ചക്ര, പരദേശി, മധ്യവേനൽ, പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ, രതി നിർവേദം, സാൾട്ട് ആൻഡ് പെപ്പർ, നവൽ എന്ന ജൂവൽ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ശ്വേതാ മേനോൻ. സിനിമ, നാടക നടിയും നർത്തകിയും ഡബ്ബിംഗ് കലാകാരിയും ഫാഷൻ ഡിസൈനറുമാണ് കുക്കു പരമേശ്വരൻ. ഒരേ തൂവൽ പക്ഷികളിലെ അഭിനയത്തിന് 1988 മികച്ച 2ാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിന്ന് ബിരുദവും നേടിയിട്ടുണ്ട് കുക്കു പരമേശ്വരൻ. 1985 തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിലൂടെയാണ് അവരുടെ തുടക്കം. കോട്ടൺ മേരി എന്ന ഹോളിവുഡ് സിനിമയിലും കുക്കു പരമേശ്വരൻ അഭിനയിച്ചു. ഒരിടത്ത്, 3-1, കഴകം, സമ്മോഹനം, വാനപ്രസ്ഥം, ജനം, അനന്തരം, നിഴൽക്കുത്ത്, കന്നത്തിൽ മുത്തമിട്ടാൽ, അവകാശികൾ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. സംവിധായകൻ മുരളി മേനോനാണ് ഭർത്താവ്. മകൻ വിശാഖ് മേനോൻ. എന്തുതന്നെയായാലും ഇനി വരുന്ന അമ്മയുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് വനിതകളാണ്. ഏറെക്കാലമായി നിലനിന്ന പുരുഷ മേധാവിത്വത്തിന് വിരാമം. പെൺപുലികൾ ഇനി അമ്മ ഭരിക്കും. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.